ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഐസാപ്പ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ടൈപ്പും അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയും കേട്ടോ. ക്ലിയർ ആയിട്ട് നോക്കുക, ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ സോളിഡ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് തന്നെ. ദർ ആർ 2 cylindrical wooden blocks with diameter 60 cm ആൻഡ് ഹൈറ്റ് 60 cm. ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട്, 2 സിലിണ്ടറിൻ്റെയും ഡയമീറ്റർ 60 ആണ്, അതേപോലെ തന്നെ ഹൈറ്റ് 60 ആണ്. പിന്നെന്താ പറഞ്ഞത്? എ ലാർജസ്റ്റ് കോൺ ഈസ് കാവ്ഡ് ഔട്ട് എന്നാണ് പറഞ്ഞത്. ഒരു കോണ്, ഈ 2 സിലിണ്ടറിന് ഒരു സിലിണ്ടറിന് എന്ത് കാവ് ചെയ്തു? ഒരു കോണ് കീറി മുറിച്ചെടുത്തു. അതേമാതിരി പിന്നത്തേന്ന് എന്ത് ചെയ്തു? ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പിയർ, ഒരു ഗോളും ഒരു വൃത്തസ്തൂപിക എന്ത് ചെയ്തു? മുറിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ABCDE എന്ന് പറഞ്ഞിട്ട് 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എന്താണ് വോളിയം ഓഫ് ദ സിലിണ്ടർ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ആ സിലിണ്ടറിൻ്റെ ഒരു ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് ജസ്റ്റ് റഫായിട്ട്. ഓക്കെ, ഇതാണ് സിലിണ്ടർ വരിക. സിലിണ്ടറിൻ്റെ ഈ ഡയമീറ്ററാണ് എന്ത് തന്നെ? 60 തന്നെ. ഈ ഡയമീറ്റർ 60 തന്നു, അതേപോലെ ഈ ഹൈറ്റും എന്ത് തന്നു? 60 തന്നു. ഫസ്റ്റ് പറഞ്ഞാൽ എന്താ? ഇതിൽ നിന്ന് എന്ത് മുറിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്? ഇതിൽ നിന്ന് എന്ത് മുറിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്? ഒരു കോൺ മുറിച്ചെടുത്തു എന്നല്ലേ പറഞ്ഞത്? ആ കോണിൻ്റെ റേഡിയസ് 60 ആണ്, അതേപോലെ തന്നെ ഹൈറ്റും എന്താണ്? 60 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്ക്, ലാർജസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാർജസ്റ്റ് ആകുമ്പോൾ കോൺ ഇങ്ങനെ വരിക. ഇതായിരിക്കും ഞാൻ മുറിച്ചെടുത്ത കോൺ വരിക. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് കോണിൻ്റെ ഫിഗർ മുറിച്ചെടുത്ത പോലെ വരിക. ഇനി അടുത്ത് നോക്ക്, ഇനി സ്പിയർ മുറിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാം കേട്ടോ. സ്പിയർ മുറിച്ചെടുത്താൽ എങ്ങനെ വരും നോക്കോ. ഓക്കെ, സ്പിയറിൻ്റെ കേസ് നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്ക്. സ്പിയറിൻ്റെ കേസ് ഇങ്ങനെ ആയിരിക്കും വരിക. എല്ലാത്തിലും ടച്ച് ചെയ്തിട്ടാണ് എന്ത് വരിക? എൻ്റെ സ്പിയർ വരിക. ക്ലിയർ ആണോ? സ്പിയറിൻ്റെ മാക്സിമം ഡയമീറ്റർ എന്തായിട്ട് വരും? 60 ആയിട്ട് വരും. ഇങ്ങനത്തെ ഡയമീറ്റർ എന്തായിട്ട് വരും? 68 വരും. എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഡയമീറ്ററും സിലിണ്ടറിൻ്റെ ഹൈറ്റും ആയിരിക്കും ഇത് സ്പിയറിൻ്റെ 2 ഡയമീറ്റർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുമില്ല, ഇത് 60 ആയിരിക്കും, അതേപോലെ തന്നെ ഈ ലെങ്ത്തും തന്നെ വരിക 60 തന്നെ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെ കാണാം? സിലിണ്ടറിൻ്റെ വോളിയം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. A ക്വസ്റ്റ്യൻ ആണ് ചെയ്യണേ, നെക്സ്റ്റ് പേജിൽ ചെയ്യുന്നുണ്ട്. A ക്വസ്റ്റ്യൻ്റെ ആൻസർ, സിലിണ്ടറിൻ്റെ വോളിയം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദിച്ചത്. വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തമാണ് ചോദിച്ചത്. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? സ്തംഭത്തിൻ്റെ കേട്ടോ, വോളിയം ഓഫ് സിലിണ്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് എന്തെന്ന് പറയാം? വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം. വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? πr²h. πr² എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു, നോക്ക്, ഡയമീറ്റർ ആണ് തന്നത് എത്രയാ? 60. ഡയമീറ്റർ 60 തന്നാൽ റേഡിയസ് എത്ര വരിക? ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ് വരിക. റേഡിയസ് എന്ത് വരും? 30 എന്ന് വരും കേട്ടോ. ഇവിടെ നോക്ക്, റേഡിയസ് വിൽ ബി ഹാഫ് ഓഫ് ദ ഡയമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് വരും. എന്ന് പറഞ്ഞാൽ ആരം, റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരല്ലേ? ആരം എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പകുതി, d/2 ആയിരിക്കും r വരിക. അപ്പോൾ r എത്ര വരും? 30 വരും. 30ൻ്റെ സ്ക്വയർ വരുമ്പോൾ 30 × 30 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എത്രയായിട്ട് എടുത്തേ? ഹൈറ്റ് h 60 തന്നെ. അപ്പോൾ ഇത് 60. അപ്പോൾ ആൻസർ എത്ര വരും? 3 × 3 9, 9 × 6 54ഉം 3 zeros പിന്നെ ഒരു പൈയും. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും വോളിയം വരിക. വോളിയം ഓഫ് ദ സിലിണ്ടർ ആയിട്ട് വരിക കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. കോണിൻ്റെ വോളിയം എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ B ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഓഫ് ദ കോൺ, കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ 1/3 പാർട്ടായിരിക്കും ആരുടെ വോളിയം? കോണിൻ്റെ വോളിയം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാന്ന് ചോദിച്ചത്, വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്ര? വൃത്തസ്തൂപിക പറഞ്ഞാൽ നമ്മുടെ വൃത്തസ്തംഭത്തിൻ്റെ 1/3 ഉണ്ടാവുള്ളൂ എന്ത്? വൃത്തസ്തൂപിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വോളിയം ഓഫ് കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക, വോളിയം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ 1/3 πr²h. 1/3 πr² h പറയുമ്പോൾ 1/3 ഇൻറ്റു πr² hൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയതാണ്
54,000 അല്ലേ, 54,000 ഇത്രയും വരും. അപ്പോൾ ഇത് നോക്ക് 54/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 54/3 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരാം? 1/3 πr² വരുമ്പോൾ 18, ഓക്കെ സോറി 18 സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും എന്ത് വരിക? വോളിയം ഓഫ് ദ കോൺ വരും കേട്ടോ, 18 സെൻറ്റിമീറ്റർ ക്യൂബ്. ക്ലിയർ. നെക്സ്റ്റ് വൺ നോക്ക്. അടുത്തത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ഗോളത്തിൻ്റെ ആരം എന്ത്? ഗോളത്തിൻ്റെ ആരം എന്ത് വരിക? ഗോളത്തിൻ്റെ മൊത്തം വ്യാസം 60, അപ്പോൾ ഗോളത്തിൻ്റെ ആരം എന്ത് വരും? 30 വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോണിൻ്റെ റേഡിയസ് തന്നെ ആയിരിക്കും ആരുടെ റേഡിയസും വരിക? ഗോളത്തിൻ്റെ റേഡിയസ്, സ്പിയറിൻ്റെ റേഡിയസ്. അപ്പോൾ നോക്ക് സിയുടെ ആൻസർ എന്ത് കിട്ടി? റേഡിയസ് ഇസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ആരം എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി കേട്ടോ. ഗോളത്തിൻ്റെ ആരം എന്ന് പറയുമ്പോൾ വ്യാസത്തിൻ്റെ പകുതി വരും. അടുത്ത് നോക്ക്, ഗോളത്തിൻ്റെ വ്യാപ്തം കണക്കാക്കുക. ഡീൻ്റെ ആൻസർ ആട്ടോ. ഗോളത്തിൻ്റെ വ്യാപ്തം, വോളിയം ഓഫ് സ്പിയർ. വോളിയം ഓഫ് സ്പിയർ അല്ലേ ചോദിച്ചേ? സ്പിയറിൻ്റെ വോളിയം എങ്ങനെ ചെയ്യാം? സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 4/3 πr³ ആണ് സ്പിയറിൻ്റെ വോളിയം കേട്ടോ. 4/3 πr³. വോളിയം ഓഫ് സ്പിയർ അല്ലെങ്കിൽ ഗോളത്തിൻ്റെ വോളിയം. വോളിയം ഓഫ് സ്പിയർ അല്ലെങ്കിൽ ഗോളത്തിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 4/3 πr³. അപ്പോൾ ആൻസർ എത്ര വരും? 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ 30 × 30. ക്യൂബ് എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? 30 3 ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ 10 എന്ന് വരും. ആൻസർ എത്ര വരും? 3 × 3 9, 9 × 4 36, 36ഉം പിന്നെ 3 സീറോസും. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും എന്ത് വരിക? വോളിയം ഓഫ് സ്പിയർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? 4/3 πr³. അടുത്ത നോക്ക്, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് കോൺ ടു ദ സ്പിയർ. വൃത്തസ്തൂപികയുടെയും ഗോളത്തിൻ്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ നോക്ക്, വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ ഇതാണ് വോളിയം വരുന്നത്. ഗോളം എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇത് രണ്ടിലുള്ള റേഷ്യോ വോളിയം ഓഫ് കോൺ ടു വോളിയം ഓഫ് സ്പിയർ എത്ര വരും? വോളിയം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 18,000 പൈ. ഇവിടെ പൈ ഉണ്ട് കേട്ടോ, എല്ലാത്തിലും പൈ ഉണ്ട്, ഇവിടെയൊക്കെ പൈ ഉണ്ട് കേട്ടോ. സോറി ഓക്കെ ഫൈൻ. അപ്പോൾ എത്ര വരിക? 18,000 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ടു 36,000 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. എന്തൊക്കെ വെട്ടിപ്പോവും? സെൻറ്റിമീറ്റർ ക്യൂബ് വെട്ടിപ്പോവും, പൈ വെട്ടിപ്പോവും, ഈ 3 സീറോസ് വെട്ടിപ്പോവും, 18:36. 80 എന്ന് പറഞ്ഞാൽ 36ൻ്റെ ഹാഫ് അല്ലേ? അപ്പോൾ 18:36 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിട്ട് വരിക? 18:36 എന്ന് പറയുമ്പോൾ 1:2 ആയിരിക്കും റേഷ്യോ വരിക. എന്ന് പറഞ്ഞാൽ കോണിൻ്റെ വോളിയം എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും നമ്മുടെ സ്പിയറിൻ്റെ വോളിയം. എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപികയുടെ വോളിയം അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഗോളത്തിൻ്റെ വോളിയം. ക്ലിയർ അല്ലേ? 1:2 ആയിരിക്കും ഇതിൻ്റെ റേഷ്യോ വരും കേട്ടോ. ഇത് എത്രാമത്തെ ആൻസറാണ്? ഈ ആൻസർ കേട്ടോ. അതിൻ്റെ ഇടയിൽ സി ആൻസർ ഉണ്ട്. സീൻ്റെ ആൻസർ ആരം സമം 30 സെൻറ്റിമീറ്റർ ആയിട്ട് വരിക. ആരം സമം 30 സെൻറ്റിമീറ്റർ. നമ്മുടെ എഴുതിയിട്ടില്ല, നോക്ക് മറ്റേ ക്വസ്റ്റ്യനിലാണ് ഞാൻ എഴുതിയത് കേട്ടോ. സി എന്ന് പറഞ്ഞാൽ സീൻ്റെ ആൻസർ ആരം സമം 30 സെൻറ്റിമീറ്റർ, റേഡിയസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു പോകണം. സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ πr²h, കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 πr²h, സ്പിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³. ഓക്കെ, വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ വൃത്തസ്തംഭത്തിൻ്റെ വോളിയമാണ് πr²h, വൃത്തസ്തൂപികയുടെ വോളിയം 1/3 πr²h, ഗോളത്തിൻ്റെ വോളിയം 4/3 πr³. നോക്ക്, ഇനി അർദ്ധഗോളം കൂടി ഉണ്ട്, ഹെമിസ്ഫിയറും കൂടി ഉണ്ട്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ആയിരിക്കും വരിക. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ അല്ലെങ്കിൽ അർദ്ധഗോളം ആണെങ്കിൽ ആൻസർ എന്ത് വരിക? 4/3ൻ്റെ പകുതി 2/3 πr³ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അർദ്ധഗോളം അല്ലെങ്കിൽ ഹെമിസ്ഫിയർ ആണെങ്കിൽ 2/3 πr³. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാ നോക്ക്, എ സ്ക്വയർ ഓഫ് 2 റെക്റ്റാങ്കിൾസ് സെൻറ്റിമീറ്റർ. ഓക്കെ വായിച്ചോ, ജസ്റ്റ് കീപ്പ്. ഒരു സ്ക്വയർ ഉണ്ട്, അതേപോലെ 2 റെക്റ്റാങ്കിൾസ് അതിന് ചാരി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്? ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഒരു വശം എക്സ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞത്. സമചതുരത്തിൻ്റെ ഒരു വശം എക്സ് ആക്കി എടുത്താൽ റൈറ്റ് ദ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദ ഗിവൺ ഡീറ്റെയിൽസ്. ഓക്കെ, ഇതിൻ്റെ നോക്ക്, ടോട്ടൽ ഏരിയ 96 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്ക്, ഇത് ചതുരത്തിൻ്റെ ചിത്രത്തിൻ്റെ പരപ്പളവ് 96 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. എങ്ങനെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാം?
പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി അല്ലേ വരിക. ലെങ്ത്ത് എത്ര വരിക? എക്സും ഉണ്ട് പിന്നെ രണ്ടും ഉണ്ട്. അപ്പോൾ x+4 ആണ് എന്ത് വരിക? ലെങ്ത്ത് വരിക. അപ്പോൾ ഇവിടെ നോക്ക് എൽ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? ഇവിടെ എക്സും പിന്നെ രണ്ട് റെക്റ്റാങ്കിളിൻ്റെ 2 ഇല്ലേ, അപ്പോൾ x+4 ആണ് എൽ ആയിട്ട് വരിക. ബി എത്ര വരിക? ബി എന്ന് പറഞ്ഞാൽ എത്ര? ഇത് സ്ക്വയർ അല്ലേ, അപ്പോൾ എല്ലാം എക്സ് ആയിട്ടാണ് വരിക. ബി എന്ന് പറഞ്ഞാൽ എക്സും. ക്ലിയർ അല്ലേ? ലെങ്ത്ത് x+4ഉം ബ്രെഡ്ത്ത് എക്സും. ഇനി എന്താ പറഞ്ഞത്? സമതലത്തിൻ്റെ വശം എക്സ് എന്ന് എടുത്താൽ മുകളിൽ വന്നെടുക്കണം. ഇതൊന്ന് ബന്ധിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏരിയൻ്റെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഏരിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എൽ ഇൻറ്റു ബി ആണ് ഏരിയ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ x+4 ഇൻറ്റു എക്സ് ചെയ്താൽ എന്ത് കിട്ടും? 96 കിട്ടും. കണ്ടോ? എൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഏരിയ. ഇതല്ല ഇക്വേഷൻ. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ x+4, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ x+4 ഇൻറ്റു എക്സ് ചെയ്താൽ 96 കിട്ടും. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്ക്. എക്സ് ഇൻറ്റു എക്സ് x² പ്ലസ് 4 ഇൻറ്റു എക്സ് 4x ഈക്വൽ ടു എന്താ വരിക? ഈക്വൽ ടു 96 എന്നാട്ടോ വരിക. ഫൈൻ, ഈക്വൽ ടു 96. ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു. ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഫൈൻ ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്ക്വയറിൻ്റെ ഒരു വശം കണ്ടുപിടിക്കാൻ. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ എക്സിൻ്റെ കൂടെ എന്താണോ ഉള്ളത് അതിൻ്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടുക, രണ്ട് സൈഡിലും കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ ഫൈൻ. അപ്പോൾ എന്ത് കൂട്ടണം? 4ൻ്റെ പകുതി 2 ആണ്. 2ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടി കൊടുക്കണം. അപ്പോൾ എന്ത് വരും? x² പ്ലസ് 4x പ്ലസ് 4ൻ്റെ പകുതി 2ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. 96 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഇത് ഏത് ഫോമില? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമില. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് താഴോട്ട് എഴുതേണ്ട ആൻസർ x+2 ഹോൾ സ്ക്വയർ എന്നാവും. x+2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 96ൻ്റെ കൂടെ 2 സ്ക്വയർ 4 ആഡ് ചെയ്താൽ എന്താ വരിക? 100 ആണ് വരിക. അപ്പോൾ x+2 ഹോൾ സ്ക്വയർ 100 ആയി. അപ്പോൾ x+2 സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ട് ആവില്ലേ? അപ്പോൾ x+2 ഈക്വൽ ടു √100. അപ്പോൾ x+2 ഈക്വൽ ടു √100 എന്ന് പറഞ്ഞാൽ എത്ര വരിക? √100 എന്ന് പറഞ്ഞാൽ 10 വരിക. +or-10. ഇവിടെ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ലെങ്ത്താണ് നമ്മോട് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക? +or-10 എടുക്കുക, എന്നിട്ട് മാറ്റി ചെയ്യുക കേട്ടോ. അപ്പോൾ x ഈക്വൽ ടു 2 ആൻസറാണ് വരിക. ഒന്നെങ്കിൽ x ഈക്വൽ ടു 10 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 8, അല്ലെങ്കിൽ x ഈക്വൽ ടു എന്ത് വരും? -10 - 2 വിച്ച് ഈസ് ഈക്വൽ ടു -12. ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കൂല? -12 എടുക്കൂല. ഏത് മാത്രം എടുക്കുക? x ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ ആൻസർ മാത്രമാണ് എടുക്കുക. x 8 എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ക്വയറിൻ്റെ ഒരു വശമാണ് എന്തായിട്ട് മാറിയത്? 8 സെൻറ്റിമീറ്റർ ആയിട്ട് മാറിയത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു വശം സമം 8 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമൊന്നുമില്ല. എക്സിൻ്റെ കൂടെ ആരാണോ വന്നത് അതിൻ്റെ പകുതിയുടെ സ്ക്വയർ ഇവിടെ കൂട്ടുക, അതേപോലെ തന്നെ അവിടെ കൂട്ടാൻ മറന്നു അല്ലേ? ഇവിടെയും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? എക്സിൻ്റെ കൂടെ വന്ന ആളുടെ പകുതിയുടെ സ്ക്വയർ ഇവിടെയും കൂട്ടുക, അതേപോലെ ഇവിടെയും കൂട്ടുക. ക്ലിയർ ആണോ? ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഫോം ഇവിടെ പകുതി കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഫോമിലാവും? a+b² ഫോമിലാവും. അവിടെ 96 + 2 4 100 എന്നും കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. -12 നമ്മൾ എടുക്കൂല. x ഈക്വൽ ടു 8 മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. കാരണം ലെങ്ത്ത് എന്തായിട്ട് വരില്ല? നെഗറ്റീവായിട്ട് വരില്ലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ +10 കൊടുത്തിട്ട് ചെയ്താലും മതി. ഫൈൻ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇതാ. ഓക്കെ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിൻ്റെ ആരം 7 സെൻറ്റിമീറ്റർ, BOC ഈക്വൽ ടു 100 ഡിഗ്രി എങ്കിൽ കോൺ A എത്രയാണ്? അതേമാതിരി BCയുടെ നീളം കണ്ടുപിടിക്കുക. ഓക്കെ. ഒന്നുമില്ല. O സെൻറ്റർ ആയിട്ടുള്ളൊരു സർക്കിൾ ഉണ്ട്. അതേപോലെ തന്നെ റേഡിയസ് അതിൻ്റെ ആരം 7 എന്നാണ് പറഞ്ഞത്. അപ്പോൾ OBയുടെ നീളം 7 ആണ്. അതേപോലെ തന്നെ OCയുടെ നീളം എന്താ വരിക? 7 ആണ്. ഓക്കെ. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഒന്ന് ഈ കോൺ കണ്ടുപിടിക്കണം, അതേപോലെ ഈ ലെങ്ത്തും കണ്ടുപിടിക്കണം. കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ആരുടെ ആംഗിൾ വരിക? സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. 2 പോയിൻറ്റ് ബിയും സിയും എന്ന് പറഞ്ഞാൽ ആർക്ക്, BC പറഞ്ഞ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന എന്താണോ ആംഗിൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും എയിൽ ഉണ്ടാക്കുന്ന വരിക. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്ര വരും? 50 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു എത്ര വരിക? ആംഗിൾ A ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് വരും കേട്ടോ. ഇവിടെ എത്ര വരിക? 50 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ 200 ആണെങ്കിൽ അതിൻ്റെ പകുതി 100, 150 ആണെങ്കിൽ 75. എത്രയാണോ സെൻട്രൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡബിൾ. നേരെ തിരിച്ചും ചോദിക്കാം. ഇത് 50 തന്നിട്ട് സെൻട്രൽ ആംഗിൾ എത്രയും ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എടുക്കണം. സർക്കിൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡബിളാണ് സെൻട്രൽ ഉണ്ടാക്കുക. സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫാണ് സർക്കിൾ ഉണ്ടാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഇനി നോക്ക്. BCയുടെ നീളം കണ്ടുപിടിക്കുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. BCയുടെ നീളം കണ്ടുപിടിക്കാൻ
നോക്കോ ഇക്വേഷൻ എന്താ നോക്കോ, ബി സി ഈക്വൽ ടു ലെങ്ത് ഓഫ് കോഡിൻ്റെ നീളം അല്ലെങ്കിൽ ഞാണിൻ്റെ നീളം, ഇതല്ല കോഡ്, ഞാണിൻ്റെ നീളം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ബി സി തന്നുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ബി സി എഴുതി. ലെങ്ത് ഓഫ് കോഡ് ഇസ് ഈക്വൽ ടു 2r സൈൻ c/2. 2r സൈൻ c/2. അതിനാണ് നമുക്ക് ഇവിടെ എന്ത് തന്നെ, സൈന് കോസ് ടാനൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ബി സിയുടെ നീളം എന്ന് പറയുമ്പോൾ 2r സൈൻ c/2. സി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ കേട്ടോ, സി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ. അപ്പോൾ 2r എന്ന് പറയുമ്പോൾ എത്ര വരിക, 2 ഇൻറ്റു ആരം എത്ര ഇവിടെ തന്നെ, ആരം എത്ര തന്നെ, ആരം 7 സെൻറ്റിമീറ്റർ, അപ്പോൾ 6 സെൻറ്റിമീറ്റർ, 2 ഇൻറ്റു 7 ഇൻറ്റു സൈൻ c/2 എന്ന് പറയുമ്പോൾ എത്ര വരിക, സൈൻ c/2 പറയുമ്പോൾ സൈൻ 100ൻ്റെ പകുതി, 100/2, 100/2 പറയുമ്പോൾ സൈൻ 50. ഇപ്പോൾ സൈൻ 50 ആൻസർ എത്ര വരും, 2 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 14 വരും. 14 ഇൻറ്റു സൈൻ 50 എത്രയാണ്, സൈൻ 50 പറഞ്ഞാൽ 0.76. അപ്പോൾ 14 ഇൻറ്റു 0.76 ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. ഇത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും ആരുടെ ലെങ്ത്ത് വരിക, നമ്മുടെ ബി സിയുടെ ലെങ്ത്ത് വരിക. എത്ര വരിക, 14 ഇൻറ്റു 76, 24, 2 ബാലൻസ് 84, 28, 9, 4, 6, 10.64 എന്ന് വരും കേട്ടോ. 10.64 സെൻറ്റിമീറ്റർ, 10.64 സെൻറ്റിമീറ്റർ എന്ന് വരും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു പോണേ. ഞാണിൻ്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് ഇസ് ഈക്വൽ ടു 2r സൈൻ c/2. 2r സൈൻ c/2. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ, സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മുടെ മീഡിയൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ എക്സാമിന് ഉണ്ടാവും, 100% ഷുവർ. ഒരു 5 മാർക്കും കിട്ടും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റണ ഭാഗമാട്ടോ അത്. ഇത് നോക്ക്, ദ ഡെയിലി വേജസ് ഓഫ് ദ വർക്കേഴ്സ് ഈസ് ഇൻ ദ ഫോം ഗിവൺ ബിലോ. ഓക്കെ എന്ന് പറഞ്ഞാൽ 500 to 600 തന്നു, 600 to 700, 700 to 800, 800 to 900, 900 to 1000, പിന്നെ ടോട്ടലും തന്നു. n അവിടെ തന്നെ കേട്ടോ, n 35 തന്നു. ഓക്കെ, ഇനി എന്ത് കാണണം, നിങ്ങളൊരു പുതിയൊരു കോളം കൂടി ഉണ്ടാക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ആൻസർ ചെയ്യുമ്പോൾ ഒരു പുതിയ കോളം കൂടി ഉണ്ടാക്കുക, വിച്ച് ഈസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തൊക്കെ ആയിട്ട് എഴുതണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്ക്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസീസ് എല്ലാം കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഫസ്റ്റ് കോളത്തിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എപ്പോഴും സെയിം ആയിരിക്കും. ഫസ്റ്റ് കോളത്തിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഇവിടെ ഉള്ള 5. ഇനി ഈ 5ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും, 12 വരും. ഇനി അടുത്ത എന്ത് വരും, 12ഉം 10ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 22 വരും. ഇനി 22 8ഉം കൂടി ആഡ് ചെയ്യുക, അങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് പോകട്ടോ. 22 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 30 വരും. ദെൻ 13 5 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 35 വരും. ലാസ്റ്റത്തെ ആൻസർ നമ്മുടെ എന്നിനോട് ഈക്വൽ ആയിട്ടാണ് കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഫസ്റ്റ് വിത്ത് 5, ദെൻ 12, 22, 30, 35. ഇനി നോക്ക്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു തരാം, വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് മീഡിയൻ. എത്രാമത്തെ തൊഴിലാളിയുടെ കൂലിയാണ് മധ്യമമായി കണക്കാക്കുന്നത്. മധ്യമം എങ്ങനെ കാണാം, n ഓടാണെങ്കിൽ മധ്യമം കാണാൻ ഈസിയാണ്. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, മീഡിയൻ ഇസ് ഈക്വൽ ടു n+1/2th ടേം അല്ലേ. n+1/2 പറയുമ്പോൾ 35 + 1/2 എന്ന് പറയുമ്പോൾ 36/2 വിച്ച് ഇസ് ഈക്വൽ ടു 18th ആളാണ് എന്ത് വരിക, എൻ്റെ മീഡിയൻ ആയിട്ട് വരിക കേട്ടോ. 18th ആൾ മീഡിയൻ എന്ന് പറയുമ്പോൾ 12ാമത്തെ ആൾ വരെ ഏത് ക്ലാസ്സിലാണ്, ശ്രദ്ധിച്ചോ, 12ാമത്തെ ആൾ വരെ ഏത് ക്ലാസ്സിലാണ്, 12ാമത്തെ ആൾ വരെ എൻ്റെ ഈ ക്ലാസ്സിലല്ലേ. ഓക്കെ, 12ാമത്തെ ആൾ വരെ 700 ക്ലാസ്സിലാണ്. 12 മുതൽ ബാക്കിയുള്ള 13 to 22, 13 മുതൽ 22 വരെയുള്ള ആളുകൾ ആണ് ഏത് ക്ലാസ്സിൽ വരിക, 700 to 800. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് വരിക, ഇതിൻ്റെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം വരിക. ഓക്കെ, 13 to 22ൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മധ്യമം വരിക കേട്ടോ. 13 to 22ൻ്റെ ഉള്ളിലല്ല 18 ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള 18 ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക്, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് മീഡിയൻ എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് വരും, 18th പൊസിഷനാണ് എന്തായിട്ട് എടുക്കുക, മീഡിയൻ ആയിട്ട് എടുക്കുക. കാരണം n ഓടാവുമ്പോൾ അതിക്കൊന്ന് കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫ്, n+1/2th ടേം ആയിരിക്കും എന്ത് വരിക,
ഇതിൻ്റെ മീഡിയൻ ആയിട്ട് വരിക, മധ്യമായിട്ട് വരിക. അപ്പോൾ ഒന്നാമത്തേന് ആൻസർ 18 എന്ന് കിട്ടിട്ടോ. ഓക്കെ, രണ്ടാമത്തെ നോക്ക്, 13ാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി എത്ര? ഇതിങ്ങനെ കണക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ 12 തന്നു, ഇനി 13ാമത്തെ എത്രയും ചോദിച്ചു. അപ്പോൾ 13ാമത്തെ ചോദിക്കണ ഇന്ന് എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് ഡി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുമ്പോൾ ടേം ഡിഫറൻസ് മൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് മീഡിയങ്ങൾ, ഈ ഡെയിലി വേജ് തമ്മിലുള്ള ഡിഫറൻസ് 800 മൈനസ് 700. ഇതിൻ്റെ മീഡിയൻ ക്ലാസ്സിലുള്ള രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ്, അതേമാതിരി നമ്പർ ഓഫ് വർക്കേഴ്സ്. ഇതല്ല വരിക 22 മൈനസ് 12, അല്ലെങ്കിൽ ഡയറക്റ്റ് 10 എന്ന് കൊടുക്കുക കേട്ടോ. ഈ ഒരു വാല്യൂ 10 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് എത്ര വരിക? 100/10 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് വരും? കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി നോക്ക്, 13ാമത്തെ ആളാണ് ചോദിച്ചത്. എക്സ് 13 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് 12 ഏതാ? എക്സ് 12 എന്ന് പറഞ്ഞാൽ 700. ഇതാ 12ാമത്തെ ആൾ വരെ എത്ര വരുന്നത്? 700. അപ്പോൾ എക്സ് 12ൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസിൻ്റെ പകുതിയാണ് കൂട്ടേണ്ടത്. ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യേണ്ടത്. എക്സ് 13 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആളെ കാണാൻ എന്ത് ചെയ്യുക? 12ാമത്തെ ആളിൻ്റെ കൂടെ d/2 കൂട്ടുക. അപ്പോൾ എക്സ് 12 പറയുമ്പോൾ എനിക്ക് എത്രയാണ് അറിയാം? 12ാമത്തെ ആൾ വരെയുള്ള കോളം എത്രയായിരുന്നു? 700 ആയിരുന്നു ആൻസർ. അപ്പോൾ എക്സ് 12 പറയുമ്പോൾ 700ൻ്റെ കൂടെ എന്ത് കൂട്ടണം? d/2 കൂട്ടണം. d/2 പറഞ്ഞാൽ 10ൻ്റെ പകുതി 5 കൂട്ടുക. അപ്പോൾ ആൻസർ എത്ര വരിക? 10ൻ്റെ പകുതി 5 കൂട്ടുക വരുമ്പോൾ 13ാമത്തെ ആളുടെ എത്ര വരും? 705 എന്ന് വരും. അപ്പോൾ നോക്ക്, ഇതിൽ രണ്ടാമത്തെ ആൻസർ എന്ത് കിട്ടി? 705 എന്ന് കിട്ടി കേട്ടോ. എത്രയാണോ കോമൺ ഡിഫറൻസ് അതിൻ്റെ പകുതിയാണ് കൂട്ടേണ്ടത്. കോമൺ ഡിഫറൻസ് കാണുക പറഞ്ഞാൽ ഇതിൻ്റെ മീഡിയൻ ക്ലാസ് തമ്മിൽ മൈനസ് ചെയ്യുക. 800 മൈനസ് 700 ചെയ്യുക, എന്നിട്ട് ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100/10 പറയുമ്പോൾ 10 എന്ന് കിട്ടും. 10ൻ്റെ പകുതി 5. ആ 5ആണ് 13ാമത്തെ ആളെ ഇപ്പം കൂട്ടേണ്ടത്. 12ാമത്തെ ആളപ്പം കൂട്ടിയാൽ 13ാമത്തെ ആളെ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഇനി അടുത്തത് എന്താ? ദിവസക്കൂലിയുടെ മാധ്യമം എത്രയാണെന്ന് പറഞ്ഞാൽ മാധ്യമം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മാധ്യമം കണ്ടുപിടിക്കുക, അതേമാതിരി മധ്യമം കേട്ടോ, മാധ്യമമല്ല മധ്യമം കണ്ടുപിടിക്കുക. മീഡിയൻ എങ്ങനെ കാണാം? മീഡിയൻ ഇസ് ഈക്വൽ ടു താഴെ എഴുതണ്ടേ. മീഡിയൻ എന്ന് പറഞ്ഞാൽ ആരാ? മീഡിയൻ ഇസ് ഈക്വൽ ടു x18 അല്ലേ? x18 എന്ന് പറഞ്ഞാൽ 13ാമത്തെ ആളുടെ കൂടെ 5 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. അപ്പോൾ 13ാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ x13 പ്ലസ് 5d. x13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 705 പ്ലസ് 5d പറയുമ്പോൾ 5 × 10 എത്ര കൂടും? 50 കൂടും. വിച്ച് ഈസ് ഈക്വൽ ടു 755. 755 ആയിരിക്കും എന്തായിട്ട് വരിക? മീഡിയൻ ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ 18ാമത്തെ ആളെ കാണണം. ഈ 13ാമത്തെ ആളെ കാണുമ്പോൾ മാത്രം എന്ത് കൂട്ടിയാൽ മതി? d/2 കൂട്ടിയാൽ മതി. ബാക്കിയൊക്കെ കോമൺ ഡിഫറൻസ് കൂടിയിട്ടാണ് പോവുക. അടുത്ത കോളത്തിൽ 13ാമത്തെ ആൾ ഈ 700 ആവില്ല, കാരണം 700 ഇവിടെ വന്നു. അപ്പോൾ 700ലേറെ കുറച്ച് കൂടും. ആ കൂടിയതാണ് 705 ആയത് 13ാമത്തെ ആൾ. ഇനി 13ാമത്തെ ആളുടെ കൂടെ എന്ത് കൂട്ടണം? 10 വെച്ച് കൂട്ടിയിട്ടാണ് 18ാമത്തെ ആൾ കൂടുക. 13ാമത്തെ ആൾ മുതൽ 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? നിങ്ങൾക്ക് 18ാമത്തെ ആളെ കിട്ടുക. അപ്പോൾ 13ാമത്തെ ആളെ പ്ലസ് 5 കോമൺ ഡിഫറൻസ് 705 പ്ലസ് 50 ചെയ്യുമ്പോഴാണ് എന്ത് വരിക? 755. ഇതായിരിക്കും മീഡിയൻ വരിക. 5 മാർക്കിന് എന്തായാലും ചോദിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീഡിയൻ എന്താണെന്ന് ചോദിച്ചു. മീഡിയൻ എന്ന് പറയുമ്പോൾ എത്രയാണോ നമുക്ക് n കിട്ടിയത് അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് /2 ചെയ്യുക. അപ്പോൾ 18ാമത്തെ ആളാണ് മീഡിയൻ എന്ന് കണ്ടുപിടിച്ചു. പിന്നെ ചോദിക്കുക 13ാമത്തെ ആൾ എത്ര? 13ാമത്തെ ആൾ പറഞ്ഞാൽ 12ാമത്തെ ആളിൻ്റെ കൂടെ ഒരു പകുതി കോമൺ ഡിഫറൻസ് d/2 ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 18ാമത്തെ ആൾ ചോദിക്കും, മീഡിയൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? 13ാമത്തെ ആളപ്പം എത്രയാണോ ഇനി അതിക്ക് 18 ആവാനുള്ളത് അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. ഓക്കെ, ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 26 ആൻഡ് ഇറ്റ്സ് 8th ടേം ഈസ് 61. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് എന്നാണ് ചോദിച്ചത്. ഫൈൻ ദ തേർഡ് ടേം. മൂന്നാം പദം തന്നിട്ടുണ്ട് 26. ഇവിടെ നോക്ക്, തന്നതൊക്കെ എഴുതാൻ പോവാണ്. x3 26 തന്നു. പിന്നെ എന്താ തന്നെ 8th ടേം x8 തന്നു. എത്രയാ? x8 ഈക്വൽ ടു 61 തന്നു. ഫസ്റ്റ് ചോദിച്ചത് എന്താ? കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ചോദിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? ടേം ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ്. ഡി ഈസ് ഈക്വൽ ടു ഒന്നാമത്തേന് ആൻസർ ആട്ടോ. ഡി ഇത് കോമൺ ഡിഫറൻസ് എത്ര അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡി കാണാനുള്ള ഇക്വേഷൻ ആണെന്ത് വരിക? ഡി കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? ഡി കാണാനുള്ള ഇക്വേഷൻ ടേം ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് പറഞ്ഞാൽ 61 മൈനസ് 26. പൊസിഷൻ ഡിഫറൻസ് പറഞ്ഞാൽ 8 മൈനസ് 3. എത്രാമത്തെ ആളാണോ കുറക്കേണ്ടത് അത് താഴെ എഴുതുക, ആ നമ്പറുകൾ മുകളിൽ എഴുതുക. അപ്പോൾ 61 26 കുറച്ച് എത്ര കിട്ടുക? 61 മൈനസ് 26 45 അല്ലേ? 25. ഓക്കെ ഫൈൻ. 45
35 എന്ന് കിട്ടും കേട്ടോ. 45 അല്ല 35, സോറി. ഓക്കെ, ഇതാ 35 എന്ന് കേട്ടോ കിട്ടുക. 26 61 മൈനസ് 26 അല്ലേ, അപ്പോൾ 35 എന്ന് കിട്ടും. 35 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 7 എന്നായി കേട്ടോ. 35/5 കോമൺ ഡിഫറൻസ് 7 എന്ന് കിട്ടും. 61 26 ആണ് മൈനസ് ചെയ്യണം കേട്ടോ. നേരത്തെ മാറിയതാണ്, ഞാൻ 16 ആണ് മൈനസ് ചെയ്തത്. 26 മൈനസ് ചെയ്താൽ 35 എന്ന് കിട്ടും. അപ്പോൾ 35/5 7 ആണ് ആൻസർ കിട്ടുക, കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസറായി. ഇനി എന്താ, ഈ ശ്രേണിയിലെ ഒന്നാം പദം എത്രയാണ്? ഒന്നാം പദം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഒന്നാം പദം നോക്ക്, മൂന്നാം പദം തന്നിട്ടുണ്ട് 26. അപ്പോൾ ഒന്നാം പദമാണ് ചോദിച്ചത്. ഇത് ഒന്നാമത്തേൻ്റെ ആൻസറാണ്. ഇനി നോക്ക് രണ്ടാമത്തേൻ്റെ ആൻസർ. ഒന്നാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒന്നാം പദം എന്ന് പറഞ്ഞാൽ മൂന്നാം പദത്തിൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഒന്നാമത്തെ പദം എന്ന് പറയുമ്പോൾ മൂന്നാം പദം കാണാൻ എന്ത് ചെയ്യും? ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. അപ്പോൾ ഒന്നാം പദം ചോദിച്ചാൽ മൂന്നാം പദത്തിൻ്റെ കൂടെ 2 പ്രാവശ്യം എന്ത് ചെയ്യാം? പൊതുവ്യത്യാസം കുറക്കുക. അപ്പോൾ നോക്ക് x3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26 മൈനസ് 2 ഇൻറ്റു 7. അപ്പോൾ എത്ര വരും? 26 മൈനസ് 14 വിച്ച് ഇസ് ഈക്വൽ ടു 12. ഒന്നാം പദം എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ഒന്നാം പദം 12 എന്ന് കിട്ടി കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നോക്ക്. നെക്സ്റ്റ് വൺ എന്താ? ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഓക്കെ, ബീജഗണിത രൂപം എന്ന് പറയുമ്പോൾ xn is equal to dn plus f minus d. അപ്പോൾ നോക്ക്, ഞാൻ മുകളിൽ എഴുതാം കേട്ടോ. സീൻ്റെ ആൻസർ ഈസി അല്ലേ? xn is equal to dn plus f minus d. ഇതല്ല ഇക്വേഷൻ. dn plus f minus d. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 7. അപ്പോൾ ആൻസർ എങ്ങനെ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 7n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എത്രയാണ്? ഒന്നാം പദം 12. 12 മൈനസ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര വന്നേ? എ അല്ലേ വന്നേ. അപ്പോൾ 12 മൈനസ് എ, ആൻസർ എത്ര വരും? 7n പ്ലസ് 5. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ nth ടേം ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞത്. അൽജിബ്രൈക് ഫോം എഴുതാനാണ് പറഞ്ഞത്. അൽജിബ്രൈക് ഫോം പറഞ്ഞാൽ xn. xn എന്ന് പറയുമ്പോൾ dn പ്ലസ് f മൈനസ് d. f എന്ന് പറഞ്ഞാൽ ഒന്നാം പദം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. അപ്പോൾ dnൻ്റെ കൂടെ fn എന്ന് പറയുമ്പോൾ d എന്ന് പറയുമ്പോൾ 7n പ്ലസ് 12 മൈനസ് എ എത്ര വരും? 5. അപ്പോൾ 7n പ്ലസ് 5 ആണ് ഇതിൻ്റെ എന്ത്? അൽജിബ്രൈക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം. ഇനി എന്താ പറഞ്ഞത്? ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ എന്താ ചോദിച്ചത്? SN ആണ് ചോദിച്ചത്. SN കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓക്കെ, ഇതാ ഇവിടെ എഴുതാലോ. SN ഇസ് ഈക്വൽ ടു തായത് കേട്ടോ, മയക്കുണ്ടേ. ഓക്കെ, SN കാണാനുള്ള ഇക്വേഷൻ എന്താ? SN ഇസ് ഈക്വൽ ടു n/2. രണ്ട് ഇക്വേഷൻ n/2 2a പ്ലസ് ഓക്കെ n/2 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. n/2 2f പ്ലസ് n-1d. 2f പ്ലസ് n-1d ഉണ്ട്. അതേമാതിരി n/2 x1 പ്ലസ് xn ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നോക്ക്, 2f പ്ലസ് n-1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം അറിയാം, നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാം, കൊടുക്കുക. n/2 വരുമ്പോൾ എത്രയാണ്? ഫസ്റ്റത്തെ 15 പദങ്ങളുടെ അല്ലേ ചോദിച്ചേ. അപ്പോൾ 15/2 ഇൻറ്റു 2 ഇൻറ്റു എഫ്. ഫസ്റ്റ് ടേം എത്ര കിട്ടിയേ? ഫസ്റ്റ് ടേം ശ്രേണിയുടെ ഒന്നാം പദം 12 അല്ലേ കിട്ടിയേ. ഒന്നാം പദം 12 പറയുമ്പോൾ അപ്പോൾ 12 ഇൻറ്റു 2 പറയുമ്പോൾ 24 പ്ലസ് n-1 പറയുമ്പോൾ 15 1 കുറക്കുക. 14 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7. 15 മൈനസ് 1 ആട്ടോ വരിക. 15 മൈനസ് 1 പറയുമ്പോൾ 14. അപ്പോൾ നമുക്ക് 24 പ്ലസ് 14 ഇൻറ്റു 7. അപ്പോൾ ആൻസർ എന്ത് വരും? 15/2 ഇൻറ്റു 24 പ്ലസ് എത്ര വരും? 70 28 98 എന്ന് വരും. ആൻസർ എന്ത് വരും? 15/2 ഇൻറ്റു എത്ര വരിക? 2 11 122 വെട്ടിക്കളഞ്ഞാൽ 1 വരും. ഇത് 61 വരും. 15 ഇൻറ്റു 61 ആൻസർ വരിക. 15 ഇൻറ്റു 61 915 ആൻസർ 915 ആയിരിക്കും ആൻസർ വരിക കേട്ടോ. ക്ലിയർ അല്ലേ? ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. SN ഇസ് ഈക്വൽ ടു
n/2 2f + n-1 × d. നിങ്ങൾ ചിലപ്പോൾ 2x1 + n-1 × d അല്ലെങ്കിൽ 2a + n-1 × d എന്നൊക്കെ ആയിരിക്കും. എ എന്ന് പറഞ്ഞാലും എഫ് എന്ന് പറഞ്ഞാലും x1 എന്ന് പറഞ്ഞാലും ഒക്കെ ഫസ്റ്റ് ടൈം ആട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് കനാൽ. ഇത്ര ഭാഗം മുമ്പിൽ കനാലുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ട് ആ കനാലിൻ്റെ അടുത്തുള്ള ഭാഗം നോക്കി. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ 60 ഡിഗ്രി. കുറച്ച് ബാക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ആംഗിൾ 30 ഡിഗ്രി. അങ്ങനെയാണ് ഈ കനാലിൻ്റെ ഹൈറ്റ് എത്ര, ലെങ്ത്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ആ ഫിഗർ ഒന്ന് വരക്കാം. ഏകദേശം ചിത്രം ഒന്ന് വരച്ചാൽ എന്താ വരിക? ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ. ഇതാണ് ട്രീ. ഇതാണ് ട്രീ. ഇവിടെ ഞാൻ സ്റ്റാൻഡ് ചെയ്യണേ. ബോയുടെ ഹൈറ്റ് തന്നിട്ടില്ലേ? ബോയ്സ് 1.5 മീറ്റർ. ഓക്കെ, ബോയുടെ നീളം എത്രയാണ്? 1.5 മീറ്ററാണ്. അപ്പോൾ ബോയ് ഇങ്ങനെയാണല്ലോ കേട്ടോ. ഇവിടെയാണ് ബോയ് ഉണ്ടാവുക. ബോയിയുടെ നീളം 1.5. ഓക്കെ, ബോയ് ആദ്യം നോക്കി എന്നാണ് പറഞ്ഞത്. ആദ്യം ട്രീൻ്റെ ടോപ്പിലേക്ക് നോക്കി. ഇതാണ് ട്രീ. ഓക്കെ, ബോയ് ആദ്യം നോക്കിയ ആംഗിളാണ് എത്ര തന്നെ? 60 ഡിഗ്രി തന്നെ കേട്ടോ. എലവേഷൻ ഓഫ് 60 ഡിഗ്രി. പിന്നെ അതിന് ശേഷം തന്നത് എത്രയാണ്? ആൻഡ് സ്റ്റെപ്പിംഗ് ബാക്ക് 10 മീറ്റർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്തു? 10 മീറ്റർ പുറകോട്ട് വന്നു. 10 മീറ്റർ പുറകോട്ട് വന്നിട്ട് ഈ സീസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ആസ് 30 ഡിഗ്രി. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 30 ഡിഗ്രി മേൽക്കോണിലാണെന്നാണ് പറഞ്ഞത്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ മേൽക്കോൺ. അപ്പോൾ നോക്ക് 10 മീറ്റർ ബാക്കോട്ട് മാറി കേട്ടോ. 10 മീറ്റർ ബാക്കോട്ട് മാറിയപ്പോൾ കുട്ടി ഏകദേശം ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഇവിടുത്തെ ആംഗിൾ എത്ര വന്നു? ഇത് ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് 30 ഡിഗ്രി. ഇവിടുത്തെ ലെങ്ത് എത്ര തന്നെ വരിക? 1.5 തന്നെ വരിക കേട്ടോ. ക്ലിയർ? ഓക്കെ, ഏകദേശം ചിത്രം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നോക്ക്, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രിയാണ്. ഇത് എത്ര വരിക? ഇത് 120 ആണ് വരിക. ഇത് 120 ആണ്, ഇത് 30 ആണ്. ഇത് എത്ര വരണം? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് ആവുക. ഇതും 30 ഡിഗ്രി എന്ന് വരും. ക്ലിയർ ആണോ? ഈ ലെങ്ത്ത്, ഈ ഡിസ്റ്റൻസ്, ഇങ്ങോട്ട് മാറിയ ഡിസ്റ്റൻസ് 10 ആട്ടോ. ഈ മാറിയ ഡിസ്റ്റൻസ് 10 ആണെങ്കിൽ ഇതും എന്താ വരിക? 10 ആയിരിക്കും വരിക. ഐസോസെലസ് ട്രയാങ്കിൾ രണ്ടും 10 അല്ലേ വരുന്നത്. ഇത് എത്രയാണ്? ഇത് നോക്ക്, ഇത് 30 30 60 60 + 120 180. അപ്പോൾ ഇത് 120 130 കിട്ടി കഴിഞ്ഞാൽ ഇത് 30 എന്ന് വരിക. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളായി. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത്തും എന്താ വരിക? ഇതിൻ്റെ ഈ ലെങ്ത്തും 10 എന്നാണ് വരിക കേട്ടോ. എത്രയാണോ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത ലെങ്ത്ത് അത് തന്നെ ആയിരിക്കും ആരുടെ ലെങ്ത്ത് വരിക? ആ ചെരിഞ്ഞിട്ടുള്ള ഭാഗത്തിൻ്റെ ലെങ്ത്തും വരിക. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇത് 60, ഇതെന്താ വരിക? ഇത് 90. അപ്പോൾ ഇത് എത്ര വരും? ഇത് 30 ഡിഗ്രി വരും. ഇനി ഞാൻ പറഞ്ഞ റേഷ്യോ 30 60 90. 30 60 90ൻ്റെ റേഷ്യോ നമുക്കറിയാം. 30:60:90 ആണെങ്കിൽ x/(x√3)2x ആണ് വരിക. ക്ലിയർ അല്ലേ? x/(x√3)2x. നോക്ക്, 90ക്ക് ഓപ്പോസിറ്റ് ആണ് ഇവിടെ എത്ര കിട്ടിയേ? 10 കിട്ടിയേ. അങ്ങനെയാണ് ഈ 30ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ പകുതി 5 വരും. 60ക്ക് ഓപ്പോസിറ്റ് ആ 5ൻ്റെ കൂടെ എന്തിട്ട് കൊടുക്കണം? √3 ഇട്ട് കൊടുക്കണം കേട്ടോ. അത്രയായിരിക്കും ആൻസർ വരിക. ക്ലിയർ ആണോ? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ പകുതി ആയിരിക്കും 30ന് ഓപ്പോസിറ്റ് വരിക. ആ 60ന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 30ന് ഓപ്പോസിറ്റ് എത്രയാണോ വന്നാൽ അതിൻ്റെ ഒപ്പം √3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ കിട്ടിയില്ല. എല്ലാത്തിൻ്റെ ആൻസർ ആയില്ലേ? ഏകദേശം ചിത്രം വരച്ചു. തോടിൻ്റെ വീതിയും മരത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കുക. തോടിൻ്റെ വീതി പറഞ്ഞാൽ ഇതാണ്. ലെങ്ത് ഓഫ് ദ കനാൽ, ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉണ്ടാവും. ലെങ്ത് ഓഫ് ദ കനാൽ എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയേ? ഈ ലെങ്ത് എത്ര വന്നേ? 5 അല്ലേ? ഇതിന് പേര് കൊടുത്താൽ A, B, C and D, E, F, G. ഓക്കെ, ലെങ്ത് ഓഫ് ദ ട്രീ എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഉണ്ടാവും. AB + BE ആണ് ലെങ്ത് ഓഫ് ദ ട്രീ ഉണ്ടാവും കേട്ടോ. ലെങ്ത് ഓഫ് ദ ട്രീയുടെ ലെങ്ത് എത്ര വരും? ട്രീയുടെ ലെങ്ത്ത് 5√3 + ആ കുട്ടീൻ്റെ ഹൈറ്റും കൂടി ഉണ്ടാവും. കുട്ടീൻ്റെ ഹൈറ്റ് എത്ര? 1.5. ഇത്രയും മീറ്ററാണ് എന്ത് വരിക? ലെങ്ത് ഓഫ് ദ ട്രീ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് നോക്ക്. പിന്നെ എന്താ വെച്ചേ? കനാലിൻ്റെ ലെങ്ത്ത് അല്ലേ? കനാലിൻ്റെ ലെങ്ത്ത് പറയുമ്പോൾ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 10ന് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ പകുതി ആയിരിക്കും 30ക്ക് ഓപ്പോസിറ്റ്. 30ക്ക് ഓപ്പോസിറ്റാണ് നമ്മുടെ കനാൽ കിടക്കുന്നത്. അപ്പോൾ ഇത് 5. ഓക്കെ, ഇവിടെ നമുക്ക് ടാനും സൈനും കോസും ഒന്നും എടുക്കാണ്ട് ആ ഒരു ആംഗിൾസിൻ്റെ ഈ ഒരു റേഷ്യോ മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. ഈ 2x ആണ് ഇവിടെ എന്തായിട്ട് മാറിയത്? 10 ആയിട്ട് മാറിയത്. അപ്പോൾ x = 10/2 which is equal to 5 എന്ന് കിട്ടും. ആ ഒരു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ തന്നെ നോക്കി വെച്ചാൽ മതി. 90ക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ പകുതി 5, 60ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? ട്രീൻ്റെ ലെങ്ത്ത് പറയുമ്പോൾ കുട്ടി സ്റ്റാൻഡ് ചെയ്യണ ലെങ്ത്ത് പ്ലസ്
നമ്മുടെ ട്രീൻ്റെ ലെങ്ത്തും ഉണ്ടാവും കേട്ടോ. കുട്ടീൻ്റെ നോർമൽ വ്യൂ പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ആയിരിക്കും വരിക. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിൽ ട്രീ ഉണ്ടാവും. അതാണ് കുട്ടീൻ്റെ ലെങ്ത്ത് പ്ലസ് ട്രീൻ്റെ ലെങ്ത്ത്, അതാണ് മൊത്തം ട്രീ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. കൺസിഡർ ദ സർക്കിൾ വിത്ത് സെൻറ്റർ at origin and the radius 10 units. Find the coordinates of the points where the circle cut the x-axis and y-axis. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്. നോക്ക്, ഇതാണ് സർക്കിൾ പറഞ്ഞത്. സർക്കിളിൻ്റെ റേഡിയസ് 10 ആണ്, സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിനും. അപ്പോൾ ഇങ്ങനെയാണ് സർക്കിൾ വരിക കേട്ടോ. റേഡിയസ് 10 ആണെങ്കിൽ ഈ കോർഡിനേറ്റ് എത്ര വരിക? ഈ എക്സ് ഡിസ്റ്റൻസ് 10 അല്ലേ വരിക. അപ്പോൾ 10,0. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിസ്റ്റൻസ് 10 അങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ എന്ത് വരും? -10,0 വരും. ഇനി നോക്ക്, മുകൾക്ക് വരുമ്പോൾ റേഡിയസ് 10 തന്നെയാണ്. ആൻസർ എന്ത് വരും? 0,+10 വരും. താഴേക്ക് വരുമ്പോൾ എന്ത് വരും? 0,-10. ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. ആ ഒരു കാര്യം മാത്രം നോക്കാം. y ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നോക്കിതാ, ഈ വൃത്തത്തിൻ്റെ XY അക്ഷങ്ങളെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യ എഴുതുക എന്ന് പറഞ്ഞു. ആ സൂചക സംഖ്യ എന്തൊക്കെ വരിക? 10,0 കോർഡിനേറ്റ് ആട്ടോ. അതേമാതിരി -10,0. അടുത്തത് എന്ത് വരും? 0,10. അടുത്തത് 0,-10. ഇതാണ് ആൻഡ് ആൻസർ കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തത് P6,8 എന്ന ബിന്ദു വൃത്തത്തിലാണോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ വൃത്തത്തിലാണെങ്കിൽ നോക്ക്, ഒറിജിനുള്ള വൃത്തത്തിലുള്ള പോയിന്റ് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തത്. ഇത് x6,8 ഇവിടെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ഫോർമുല ചെയ്താൽ എന്ത് കിട്ടും? ഇത് ഒറിജിനാട്ടോ. 0,0. ഒറിജിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 10 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ആ 6,8 വൃത്തത്തിലൊരു ബിന്ദു ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒറിജിന് 6,8 എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ഉണ്ടാവില്ലേ, പോയിന്റ് ഉണ്ടാവില്ലേ, ആ പോയിന്റിലേക്കുള്ള ദൂരം എൻ്റെ റേഡിയസിന് ഈക്വൽ ആയാലും നിങ്ങൾക്ക് എന്ത് പറയാം? അത് സർക്കിൾ മള്ളായിരിക്കും എന്ന് പറയാം. എങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് കണ്ടുപിടിക്കുക? ബീൻ്റെ ആൻസർ എങ്ങനെ ചെയ്യുക? ബീൻ്റെ ആൻസർ ഡിസ്റ്റൻസ് ഫോമിൽ ഈസ് ഈക്വൽ ടു ഒറിജിൻ ആകുമ്പോൾ എന്ത് ചെയ്യുക? √(x² + y²). ഇതല്ലേ ഫോർമുല. ഒറിജിൻ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർമുല. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ എക്സ് എത്രയാണ് പറഞ്ഞത്? എക്സ് 6ഉം y 8ഉം ആണ് എടുക്കാൻ പറഞ്ഞത്. x 6ഉം y 8ഉം. x 6 പറയുമ്പോൾ √(6² + 8² which is equal to √36 + 64 which is equal to √100. √100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. √100 എന്ന് പറയുമ്പോൾ 10 യൂണിറ്റ്സ് തന്നെ വരും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, √100 എന്ന് പറയുമ്പോൾ 10 യൂണിറ്റ്സ് വരും. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ആ ഡിസ്റ്റൻസ് റേഡിയസിന് ഈക്വൽ ആണ്. റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ ഇവിടെയുള്ള ഈ പോയിന്റ് എവിടെ ആയിരിക്കും? ഈ 6,8 ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരിക. ഇത്രയും ദൂരം 10 കിട്ടി. അപ്പോൾ ഈ ആൻസർ എന്തായാൽ മതി? അതിൻ്റെ റേഡിയസ് 10 ആയാൽ മതി. എന്ന് പറഞ്ഞാൽ 0 6,8ക്കുള്ള ദൂരം 10 ആയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ബീൻ്റെ ആൻസർ അവിടെ കഴിഞ്ഞു. ഇനി ഏതാ ചോദിച്ചേ? വൃത്തത്തിൻ്റെ സമവാക്യം എഴുതുക. വൃത്തത്തിൻ്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ഫോം എന്താ? കാണാതെ പഠിക്കാനുള്ളതാണ്. x - h² + y - k² = r². x - h² + y - k² = r². ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, h, k എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ. h, k എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്റർ. അതേപോലെ r എന്ന് പറഞ്ഞാൽ റേഡിയസ്. h, k എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് സർക്കിൾ, r എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇവിടെ നോക്കി, h, k നമ്മുടെ സെൻറ്റർ എവിടെയാണ്? 0,0. അപ്പോൾ ഇനി ഇത് ഇടണോ? 0 എന്ന് മൈനസ് ചെയ്യണോ? എന്തെങ്കിലും മീനിങ് ഉണ്ടാവുമോ? ഒരു ഇതുമില്ല, അത് അവിടെ തന്നോട്ടെ. റേഡിയസ് എത്ര നമുക്ക് കിട്ടി? റേഡിയസ് എത്ര എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞത്? വിത്ത് റേഡിയസ് 10 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ എന്താ വരിക? x - 0² എന്നാണ് പറഞ്ഞത്. അപ്പോൾ x² + y - 0² എന്ന് പറയുമ്പോൾ y² which is equal to 10². ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? x² + y² which is equal to 100. ക്ലിയർ അല്ലേ? എച്ചും കെയും 0 ആയിട്ട് പോയി. 0 ആയാൽ പിന്നെ അതവിടെ കൊടുക്കണമെന്നില്ല. എക്സും വൈയും ആയിട്ട് തന്നെ വെച്ചാൽ മതി. ക്ലിയർ ആണോ? സെറ്റല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. ഫസ്റ്റത്തെ ആ കട്ടിങ് പോയിൻറ്റ്സ് എവിടെയൊക്കെയാണ് നോക്കിയാൽ മതി. എക്സും വൈയിലും ആക്സസ് കട്ട് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് റേഡിയസ് 10 ആണെങ്കിൽ ആ 10ൻ്റെ പ്ലസ് മൈനസ് അങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. ഈസിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഫിഗർ. ഇൻ ദ ഫിഗർ കോഡ് BA extends to the tangent C meet at P. PA = 4 cm, PB = 9 cm. Find the area of the side of the PC. ഓക്കെ, PC സൈഡായിട്ട് ഞാൻ ഒരു സ്ക്വയർ വരക്കുകയാണെങ്കിൽ
അതിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. പി സി സൈഡായിട്ട് ഞാൻ ഒരു സ്ക്വയർ വരച്ചു എന്ന് വിചാരിച്ചു. പി സി സൈഡായിട്ട് ഞാൻ ഒരു സ്ക്വയർ വരച്ചു. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. പി സി സൈഡായിട്ട് സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും വരിക? പി സി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. പി സി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പി സി എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എ ബി ഒരു കോഡാണ്, അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ടാൻജൻറ്റിക്ക് മീറ്റ് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ പഠിക്കാണ്ട് സർക്കിൾസ് അല്ലെങ്കിൽ ടാൻജൻസി ചാപ്റ്ററിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ്, പി എ എന്ന് പറയുമ്പോൾ പിന്ന് ഈ സർക്കിൾമേക്കുള്ള ഡിസ്റ്റൻസ്, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾക്കുള്ള ഡിസ്റ്റൻസ്. പി എ തന്നിട്ടുണ്ട് എത്രയാണ്? 4. ഇനി അതേപോലെ പി ബി എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെ? 9 തന്നിട്ടുണ്ട്. അപ്പോൾ പി എ ഇൻറ്റു പി ബി അറിയുമ്പോൾ 4 ഇൻറ്റു 9 വിച്ച് ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. 4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 ഈക്വൽ ടു പി സി സ്ക്വയർ. നമുക്ക് പി സി അല്ലേ ചോദിച്ചത്, നമ്മളോട് എന്താ ചോദിച്ചേ? പി സി വശമായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചത്. ഏരിയ ഓഫ് സ്ക്വയർ വിച്ച് സൈഡ് ആസ് പി സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പി സി സൈഡ് ആണെങ്കിൽ ഏരിയ എന്താ വരിക? പി സി സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ ഇതിന് ആൻസർ എത്ര വരിക? 36 സ്ക്വയർ സെൻറ്റിമീറ്റർ. പി സിൻ്റെ സ്ക്വയർ ഡയറക്റ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി എന്ന് പറഞ്ഞാൽ എന്താവണം? പി സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തായിരിക്കണം? ടാൻജൻ്റ് ആയിരിക്കണം കേട്ടോ. പി സി എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആയിരിക്കണം. പി സി എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആയിരിക്കണം. പി എ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ദൂരം. പിന്നെ പി ബി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾ ഈ എ ബി ജോയിൻ ചെയ്തിട്ടുള്ള അടുത്ത പോയിന്റിലേക്കുള്ള ദൂരം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഈ പി ബി എന്ന് പറഞ്ഞാൽ 9 കേട്ടോ, അല്ലാതെ എ ബിയുടെ ലെങ്ത് അല്ല 9. അങ്ങനെ എടുക്കരുത്. പി എന്നുള്ള 2 ഡിസ്റ്റൻസ് എടുക്കണം, പി ടു എയും പി ടു ബിയും. അങ്ങനെ തന്നെ എടുത്താലേ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ 36 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ത് വരിക? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്ക്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. നോക്ക്, നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഫസ്റ്റത്തെ 1 2 3 4 ഫസ്റ്റത്തെ 4 നാച്ചുറൽ നമ്പേഴ്സ് ഇതാ. ഇതിൻ്റെ സം എത്ര വരുന്നത്? 1 + 2 3 3 + 3 6 6 + 4 10 വരുന്നത്. ഇത് കിട്ടണേ എങ്ങനെ? ഇതെങ്ങനെ കിട്ടണേ? ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട് നമ്മളെ കയ്യിൽ. എന്താ ട്രിക്ക്? എത്ര നമ്പറാണ് ഇവിടെ ഉള്ളത്? 4 നമ്പറാണ് ഉള്ളത്. അപ്പോൾ n ഇവിടെ എത്രയായി? n 4 ആയി. നോക്ക്, n 4 ആയി കഴിഞ്ഞാൽ 10 കിട്ടാനുള്ള മെത്തേഡാണ് സം ഇസ് ഈക്വൽ ടു n ഇൻറ്റു n + 1 ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ n 4 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 4 × 5/2. 4ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. 2 × 5 ആൻസർ 10. ഡയറക്റ്റ് ആൻസർ ചെയ്താൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? 4 നമ്പർ ആകുമ്പോൾ ചെയ്യുക. അപ്പോൾ ഇനി ഇവിടെ നോക്ക്, ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 20 നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ ആൻസർ എന്താ വരിക? എല്ലാം റൈസ് ചെയ്തേ. 20 നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ ആണ് എന്തായിട്ട് വരിക? എന്നിൻ്റെ വാല്യൂ 20 ആയിട്ട് വന്നു. n is equal to 20 ആയിട്ട് വന്നു. അപ്പോൾ ആൻസർ എന്ത് വരും? ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറാണ് n 20 ആയി കഴിഞ്ഞാൽ സം ഇസ് ഈക്വൽ ടു n ഇൻറ്റു n + 1/2. ഇതാണ് ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 21/2. 22 ക്യാൻസൽ ചെയ്താൽ 1ഉം ഇത് 10ഉം വരും. 10 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ 210 ആയിരിക്കും ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. ക്ലിയർ ആണോ? അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിക്കാനുള്ളതാണ് എന്ത്? n ഇൻറ്റു n + 1/2. SN കാണാനുള്ള ഇക്വേഷൻ കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ SN കാണാനുള്ള ഇക്വേഷനാണ് എന്ത് വരിക? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ SN കാണാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n + 1/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. SN കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n + 1/2. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞത്? 5 9 13 എന്ന സമവാക്യമാണ് ബീജഗണിതം എഴുതുക. ഓക്കെ, ബീജഗണിതം എഴുതാന്ന് പറഞ്ഞാൽ എന്താ? xn അല്ലേ എഴുതണ്ടേ? രണ്ടാമത്തെ ആൻസർ, ബീൻ്റെ ആൻസർ xn is equal to dn + f - d. dn + f - d അല്ലേ? d എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 9 നിന്ന് 5 മൈനസ് ചെയ്യുക. അപ്പോൾ d എത്ര വരും ഇവിടുത്തെ? d is equal to 9 - 5 which is equal to 4. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, അപ്പോൾ ഇനി നോക്ക്, xnൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. xn is equal to dn എന്ന് പറയുമ്പോൾ 4n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് പറയുമ്പോൾ 5 - 4. അപ്പോൾ ആൻസർ എത്ര വരും? 4n പ്ലസ് 5 4 മൈനസ് ചെയ്താൽ 1. അപ്പോൾ 4n + 1 ആണ് എന്ത് വരിക? ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ എന്ത് വയ്ക്കുക? അൽജിബ്രൈക്ക് എക്സ്പ്രഷൻ. xn is equal to 4n + 1 ആണ് അൽജിബ്രൈക്ക് എക്സ്പ്രഷൻ കേട്ടോ. ഇനി അടുത്ത എന്താ പറഞ്ഞത്? ഇത് ഇതേ ശ്രേണിയിലെ ഇതേ അരിത്തമെറ്റിക് സീക്വൻസ് 5 9 13 എന്ന സമവാക്യത്തിലെ ആദ്യത്തെ
20 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ S20 ആണ് കാണേണ്ടത്. S20 കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം n/2. Sn കാണാനുള്ള ഇക്വേഷൻ ആണ് n/2 2f + n-1d. ഓക്കെ, അപ്പോൾ നോക്ക് S20 Sn കാണാനുള്ള ഇക്വേഷൻ ആണിത്. അപ്പോൾ S20 എന്ന് പറയുമ്പോൾ 20/2 ഇൻറ്റു 2f എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം എത്ര കിട്ടി 5 അല്ലേ. അപ്പോൾ 2f എന്ന് പറയുമ്പോൾ 2 5 10 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 20 1 കുറച്ചാൽ 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. 20 2 ക്യാൻസൽ ചെയ്ത് പോയാൽ 10 എന്ന് വരും. അപ്പോൾ ആൻസർ എത്ര വരും? 10 ഇൻറ്റു 10 പ്ലസ് എത്ര വരും? 76 അല്ലേ, 76. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? 10 ഇൻറ്റു 10 പ്ലസ് 76 86. 10 ഇൻറ്റു 86 എന്ന് പറയുമ്പോൾ 860 എന്ന് വരും കേട്ടോ. ക്ലിയർ അല്ലേ? 860 ആണ് എന്ത് വരിക? സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. അടുത്ത് നോക്ക്, ഇൻ ദ ഫിഗർ കോഡ് ABCD ഇൻ്റർസെക്റ്റ് അറ്റ് P. ഇതും നമ്മുടെ സർക്കിൾസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ നേരത്തെ P/PB = PC² എന്ന് പഠിച്ചില്ലേ, അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ സാധനം കേട്ടോ അത്. ഇൻ ദ ഫിഗർ കോഡ് AB and CD ഇൻ്റർസെക്റ്റ് അറ്റ് P. AB = 10 cm, PB = 4 cm, PC = 3 cm. ഓക്കെ, ഇതൊക്കെയാണ് തന്നെ. ABയുടെ ലെങ്ത്ത് AB മൊത്തം AB മൊത്തം 10 തന്നു. ഇത് മൊത്തം കേട്ടോ, AB മൊത്തം 10 തന്നു. അതേമാതിരി എന്ത് തന്നു? PB എന്ന് പറഞ്ഞാൽ 3 തന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? PAയുടെ ലെങ്ത്ത് എന്ത് ചെയ്യുക? PA = എന്താ വരിക? PA എന്ന് പറഞ്ഞാൽ AB - PB which is equal to 10 - 3 which is equal to 7. PAയുടെ ലെങ്ത്ത് എന്ത് കിട്ടി? 7 cm എന്ന് കിട്ടി. നോക്കി, AB മൊത്തം 10, ഇത്രയും 3. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? മൊത്തത്തിൽ ഈ 3 മൈനസ് ചെയ്താൽ പോരെ, ഈ ഭാഗം കിട്ടൂലേ. അപ്പോൾ ആ ഭാഗമാണ് എന്ത് വന്നേ? 7 എന്ന് വന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അടുത്ത് നോക്ക്, ഇനി എന്താ ചോദിച്ചേ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PD. ഈ PDയുടെ ലെങ്ത്ത് എത്രയെന്നാണ് ചോദിച്ചത്. PDയുടെ ലെങ്ത്ത് ചോദിച്ചു. PCയുടെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടില്ലേ? PCയുടെ ലെങ്ത്ത് എത്ര തന്നെ? PCയുടെ ലെങ്ത്ത് 3 തന്നു. ഇത് 3 തന്നു. അതേപോലെ PB 3 തന്നു. ഇത് 7 കിട്ടി. എന്ത് കണ്ടുപിടിക്കണം? PDയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? PA ഇൻറ്റു PB = PC ഇൻറ്റു PD. നോക്ക്, PA നമുക്ക് കണ്ടുപിടിച്ചു. PA എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 7. അപ്പോൾ 7 ഇൻറ്റു 3 which is equal to PB പറഞ്ഞാൽ 3 അല്ലായിരുന്നോ? അല്ല, PB 4 ആയിരുന്നു അല്ലേ? ഓക്കെ, ഫൈൻ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണേ. നമുക്ക് PB എത്ര തന്നെ? PB 3 അല്ല, PB 4 ആയിരുന്നു കേട്ടോ. PB 4 ആവുമ്പോൾ ഇതെത്ര വരിക? അത് 6 ആണ് വരിക കേട്ടോ. 10 - 4 which is equal to 6 cm എന്നാട്ടോ വരിക. 10 - 4 which is equal to 6 cm. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യണേ. പുതിയത് ഒന്നും കൂടിയും പറയട്ടോ ഞാൻ. ആദ്യം മുതൽ ആ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അവിടെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വൺസ് മോർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്ക്, ഇത് നമ്മുടെ സർക്കിൾസുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ABCD 2 കോഡാണെന്ന് പറഞ്ഞാൽ, അതേമാതിരി AB പറഞ്ഞ കോഡിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ത് തന്നിട്ടുണ്ട്? 10 തന്നിട്ടുണ്ട്. അതേമാതിരി PBൻ്റെ ലെങ്ത്ത് 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AP എത്രയെന്ന് കണ്ടുപിടിക്കണം. ഈ AB മൊത്തം 10, ഈ ഭാഗം 4. അപ്പോൾ ഈ ഭാഗം എത്ര വരിക? ആ 10 നിന്ന് 4 മൈനസ് ചെയ്ത ആൻസർ എന്ത് വരും? 6 വരും. ഇത് 4 വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആൻസർ ഇങ്ങനെ ചെയ്യാം. PAയുടെ ലെങ്ത്താണ് നമ്മളോട് കാണാൻ ചോദിച്ചത്. PA = AB - PB which is equal to 10 - 4 which is equal to 6 cm. അപ്പോൾ നോക്ക്, ഇത് 6 കിട്ടി, ഇത് 4 കിട്ടി. പിന്നെ അതേപോലെ തന്നെ PC എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത് 3 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ. ആ PDനെ ഞാൻ എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. ഇനി ഇത് കണ്ടുപിടിക്കാനും ഇത് 2 കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ ഫോർമുല വരിക. which is equal to PA into PB is equal to PC into PD. PA into PB equal to PC into PD. PA നമുക്ക് എത്ര കിട്ടിയേ? PA 6 കിട്ടി. ഇതിന് ആൻസർ ഞാൻ താഴേക്ക് എഴുതണ്ടേ. 6 into PB എന്ന് പറയുമ്പോൾ 4. 6 into 4 is equal to PC 3 into PD ഞാൻ എന്തായിട്ട് എടുത്തേ? X ആയിട്ട് എടുത്തേ. ആ X ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 3 ഇങ്ങോട്ട് വന്നാൽ എന്തായി? ഡിവൈഡഡ് ബൈ 3 ആയി. അപ്പോൾ X equal to 6 into 4 divided by 3. 6 into 4 divided by 3. 6ഉം 3 ക്യാൻസൽ ചെയ്താൽ ഇത് 1 വരും, ഇത് 2 വരും. 2 into 4 എന്ന് പറയുമ്പോൾ ആൻസർ വിൽ ബി
8 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ കണ്ടുപിടിക്കേണ്ട സാധനം അവിടെ നിർത്തി. ഇപ്പോൾ ഇവിടെ പി ഡിയെ നിർത്തിയത്, എന്നിട്ട് പി സി ഇങ്ങോട്ട് വരുന്നത് ഡിവൈഡഡ് ബൈ പി സി ആവും. ഇൻറ്റുള്ള ടേം ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ. ഇതാ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സമവാക്യം തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറഞ്ഞത്? 3,4 ഈ ബിന്ദുവിലാണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞത്. 3,4 ഈ ബിന്ദുവിലാണെങ്കിൽ എക്സിന് 3ഉം വൈന് 4ഉം കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടണം? 0 എന്ന് കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. എക്സിന് എന്താ കൊടുക്കേണ്ടത്? എക്സിന് പകരം 3 കൊടുക്കണം, വൈന് പകരം 4. അപ്പോൾ എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 4. ആൻസർ എന്ത് വരും? 2 × 3 -4 -2 കണ്ടുപിടിക്കണ്ടേ. 2 × 3 വരുമ്പോൾ 6, 6 - 4 - 2 വരുമ്പോൾ -6, 6 - 6 ഈക്വൽ ടു 0. അപ്പോൾ ആൻസർ എന്താ? 0 ഈക്വൽ അല്ലേ? 6 - -4 - 2 വരുമ്പോൾ -6, 6 - 6 0. അപ്പോൾ ഒന്നാമത്തേന് ആൻസർ എന്ത് വരും? ചെക്ക് വെദർ ദ പോയിന്റ് 3,4 ഇസ് ഓൺ ദ ലൈൻ. അപ്പോൾ എന്ത് പറയാം? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സാറ്റിസ്ഫൈ ചെയ്യുക പറഞ്ഞാൽ ആൻസർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അങ്ങനെ 0 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? 3,4 ഈ ലൈനിലുള്ള ഒരു ഇക്വേഷനാണ്. ഇനി അടുത്ത എന്താ വെച്ചാൽ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വേർ ലൈൻ കട്ട് എക്സ് ആക്സിസ്. നോക്ക്, എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ, എക്സ് കട്ട് ചെയ്യാണ് പോയിന്റ്, എക്സ് ആക്സിസിൽ കട്ട് ചെയ്യണ കോർഡിനേറ്റാണ് കണ്ടത്. എക്സ് കട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് എന്ത്? വൈ ആക്സിസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ വൈ കോർഡിനേറ്റ് 0, വൈ ആക്സിസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0. അപ്പോൾ നോക്ക്, വൈ കാണുന്നിടത്ത് 0 കൊടുക്കുക. അപ്പോൾ 2x - 0 - 2 ഈക്വൽ ടു 0. 2x -2 അങ്ങോട്ട് പോയാൽ +2. അപ്പോൾ 2x ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2/2 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? നമ്മുടെ കോർഡിനേറ്റിൻ്റെ ജനറൽ ഫോം എന്താ? x, y എന്നല്ല എഴുതല്ലേ. അപ്പോൾ എക്സ് 1ഉം വൈ 0യും. അപ്പോൾ 1,0 ആണ് എന്ത് വരിക? ഒരു കോർഡിനേറ്റ് വരിക. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്? y, 0, 1,0. ഇനി അതേമാതിരി വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സിന് 0 കൊടുക്കൽ വേണ്ടേ. അപ്പോൾ 2 × 0 - y -2 ഈക്വൽ ടു 0. 2 × 0 പറഞ്ഞാൽ 0 ആയി പോയി. -2 അങ്ങോട്ട് പോയാൽ, -2 അങ്ങോട്ട് പോയാൽ +2 ആയിട്ട് മാറും. ഇത് 0 ആയിട്ട് പോയിട്ടോ. അപ്പോൾ -y ഈക്വൽ ടു 2, y ഈസ് ഈക്വൽ ടു -2. y -2 ആയാൽ എൻ്റെ കോർഡിനേറ്റിനെ എങ്ങനെ എഴുതാം? 0, -2 ആണ് എന്ത് ചെയ്യുക? വൈ ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റ്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റ് 1,0യും അതേപോലെ വൈ ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റ് ഏതാ വരിക? 0, -2. ക്ലിയർ അല്ലേ? അടുത്ത് നോക്ക്. അതാ ഓ കേന്ദ്രമായിട്ടുള്ള ഒരു തൊടുവരയുണ്ട്. പി എ പി ബി തൊടുവരയാണെന്ന് പറഞ്ഞത്. ഓക്കെ, പി ആൻഡ് പി ബി ആർ ടാൻജൻസ് എന്ന് പറഞ്ഞാൽ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒ. എ സി ബി എത്രയാണ്? 105. ഫൈൻഡ് ദ ആംഗിൾസ് ഗിവൺ ബിലോ. ഈ കാണുന്ന ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണം. ആകെ എന്താ തന്നിട്ടുള്ളൂ? ഇത് 105 തന്നിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിക്കാണ്ട്. എന്താ സൈക്ലിക് കോർഡിലേറ്റർസ് എന്ന് പറഞ്ഞാൽ? ഒരു കോർഡിലേറ്ററിന് സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. ഇവിടെ നോക്ക്, ഈ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റാണ് ആര് കിടക്കുന്നത്? ആംഗിൾ ഡി കിടക്കുന്നത്. അപ്പോൾ ആംഗിൾ ഡി എത്രയായിരിക്കും? രണ്ടും കൂടിയും കൂട്ടിയാൽ 180 വരണം. അപ്പോൾ ഇത് 105 ആണ്. അപ്പോൾ ഡി കാണാൻ ഈ ആംഗിൾ എ ഡി ബി ആണ് ആദ്യം ചോദിച്ചത്. എ ഡി ബി കാണാൻ എന്ത് ചെയ്താൽ മതി? 180 എന്ത് മൈനസ് ചെയ്താൽ മതി? 105 മൈനസ് ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി. രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര വരണം എന്നാണ് പറഞ്ഞത്? രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 വരണം എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോർഡിലേറ്റർ ആകുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ്, എതിർ കോണുകളുടെ തുക എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഇത് 75 വന്നാൽ 105 വന്നാൽ 180 ആവുള്ളൂ. അപ്പോൾ 180 നിന്ന് എന്ത് മൈനസ് ചെയ്യാം? 105 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 75 കിട്ടും. അപ്പോൾ എ ഡി ബി 75 ആയി. ഇനി അടുത്ത് ചോദിച്ചാൽ എ ഒ ബി. നോക്ക്, സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ 75. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും വരിക? നമുക്കറിയാം സെൻട്രൽ ആംഗിൾ എത്ര വരണം? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും വരിക. അപ്പോൾ ഇത് എത്ര വരും? 150 ഡിഗ്രി എന്ന് വരും. ക്ലിയർ ആണോ? എ ഒ ബി എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി. ഇതിൻ്റെ ഡബിൾ 75ൻ്റെ ഡബിൾ ആണ് എന്ത് വരിക? 150 ഡിഗ്രി വരിക. അപ്പോൾ എ ഒ ബി 105. ഇനി എന്താ ചോദിച്ചേ? എ പി ബി എത്രയെന്ന് ചോദിച്ചേ. എ പി ബി എത്ര? ആംഗിൾ എ പി ബി എങ്ങനെ കണ്ടുപിടിക്കുക? എ പി ബി കണ്ടുപിടിക്കണം. ഇതാണ് ആംഗിൾ എ പി ബി. എങ്ങനെ കണ്ടുപിടിക്കുക? ഈസിയാ. ഒരു കോർഡിലേറ്ററിൻ്റെ കൺസെപ്റ്റ് തന്നെ. നോക്ക്, ഇത് 150 വന്നു, ഇത് റേഡിയസ് അല്ലേ ഒ എ, പി എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90. അതേമാതിരി ഒ ബി അടുത്ത റേഡിയസ്, പി ബി എന്ന് പറഞ്ഞാൽ അടുത്ത ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ വരിക? 90 ഡിഗ്രി. ഇത് നോക്ക്, ഇത് 90 ഡിഗ്രി,
ഇത് 90 ഡിഗ്രി, ഇത് രണ്ടും 90 ആണെങ്കിൽ ഇത് രണ്ടും 180 ആയി. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 180 വരണം. അപ്പോൾ ആംഗിൾ എ പി ബി എന്ന് പറഞ്ഞാൽ 180 ആ സെൻട്രൽ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. 150 മൈനസ് ചെയ്താൽ എന്ത് വരും? 30 ഡിഗ്രി എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് രണ്ടും 90 ആയി പോയി, അപ്പോൾ 180 ആയി പോയി. മൊത്തം 360 വരണ്ടേ? ഇത് 180 ആയി പോയി. അപ്പോൾ ഇത് രണ്ടും കൂടി 180 ആവണം. ഇത് രണ്ടും കൂടി 180 ആവണം. ഇത് 150 ആണ്. അപ്പോൾ ഇത് എത്ര വരിക? 30 ഡിഗ്രി എന്ന് വരും. ഓക്കെ. ഇനി അടുത്ത് നോക്ക്. ലാസ്റ്റ് ഒരു ആംഗിളും കൂടിയാ, രണ്ട് ആംഗിളും കൂടി. എ ബി പി എത്ര? എ ബി പി എത്ര? ഓക്കെ. എ ബി പി അറിയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ജോയിൻ ചെയ്യണം കേട്ടോ. ഇത് ജോയിൻ ചെയ്തു. ഈ ആംഗിൾ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്ക്, ഈ എ ഒ ബി എന്ന് പറഞ്ഞത് എന്ത് ട്രയാങ്കിളായി? ഇപ്പോൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ഐസോസെലസ് ട്രയാങ്കിൾ ആയില്ലേ? ഇവിടെ 150 അല്ലേ? ഞാൻ ആ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് വരച്ചാൽ നോക്ക്, എ ഒ ബി ഇങ്ങനെ കിടക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫിഗർ ആയിട്ട് വരച്ചു. എ ഒ ബി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് 150, ഇത് രണ്ടും റേഡിയസ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്താവണം? ഈക്വൽ ആവണം. ഇവിടെ ഓൾറെഡി 150 വന്നു, ഈ ആംഗിൾ 150 ആയില്ലേ? ഓക്കെ. ഈ ആംഗിൾ 150 വന്നു. ഒരു ആംഗിൾ 150 വന്നാൽ മറ്റേത് രണ്ടും കൂടി എന്താവണം? മൊത്തം കൂട്ടിയാൽ 180 ആവണം. അപ്പോൾ ഇനി 150ക്ക് 30 ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇത് 15 വരണം, ഇതും എന്ത് വരണം? 15 വരണം. രണ്ടും കൂടി 15 വന്നാലല്ലേ 30 ആവുള്ളൂ. മൊത്തം 180 ആവണ്ടേ? അപ്പോൾ നോക്ക്, ഈ ആംഗിൾ 15, ഈ ആംഗിൾ 15 ആണെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക? 15 എന്നാണ് വരിക കേട്ടോ. രണ്ടും കൂടി 15 ആവുമ്പോഴേ എന്താവുള്ളൂ? 180 ഡിഗ്രി ആവുള്ളൂ. അപ്പോൾ ആംഗിൾ എ പി ബി എത്ര വരിക? എ പി ബി കണ്ടുപിടിച്ചു. എ ബി പി അല്ലേ ചോദിച്ചേ? എ ബി പി മൊത്തം 90 ഇത്രയും ഭാഗം 15. അപ്പോൾ ഇത്രയും ഭാഗം എന്താ വരിക? 90 എന്ത് മൈനസ് ചെയ്താൽ മതി? 90 15 മൈനസ് ചെയ്ത ആൻസർ എന്ത് വരും? 75 ഡിഗ്രി എന്ന് വരും കേട്ടോ. ക്ലിയർ ആണോ? 90 15 മൈനസ് ചെയ്താൽ 75 ഡിഗ്രി. ഇനി നോക്ക്, എ ബി ഒ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് തന്നെ. എ ബി ഒ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ബാക്കി എത്രയുള്ള? ഇവിടെ ഉള്ള 15 ഡിഗ്രി കൂടി. രണ്ടും കൂടിയും ഐസോസെലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ്. ഇവിടെ ഓൾറെഡി 150 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി 30 വന്നാലേ 180 ആവുള്ളൂ. അപ്പോൾ 30 പകുതി ഇവിടെയും പകുതി ഇവിടെയും കൊടുത്തു. 15. ആ 15 എന്ത്? ഒന്ന് എ ബി ഒ എന്ന് പറഞ്ഞ ആംഗിൾ. എ ബി ഒ എന്ന് പറഞ്ഞ ആംഗിളാണ് 15 ഒന്ന് വന്നത്. അപ്പോൾ അത് 15 വന്നാൽ എന്ത് വരും? എ ബി പി പറഞ്ഞത് എന്ത് വരും? 75 വരണം. കാരണം രണ്ടും കൂടി 90. അപ്പോൾ 90 15 പോയാൽ 75 ഡിഗ്രി എന്ന് വരും കേട്ടോ. ഓക്കെ. ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടിയാണല്ലേ. നോക്ക്, ഒരു സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഫിഗർ ആയിട്ട് തന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിവുയരം എത്ര? ചെരിവുയരം എങ്ങനെ കണ്ടുപിടിക്കുക? അത് നോക്ക്, ഇതാ ഈസി ആട്ടോ. ഇതാണ് സാധനം. നോക്ക്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആയിരിക്കും എന്ത് വരിക? സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 25 ആണ് ഇവിടുത്തെ എൽ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്ക്, സ്തൂപികയുടെ ചെരിവുയരം എത്ര? വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്തൂപികയുടെ ചെരിവുയരം എന്ന് പറയുമ്പോൾ എൽ ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി അടുത്ത് നോക്ക്, സ്തൂപികയുടെ ഉയരം എത്ര? സ്തൂപികയുടെ ഉയരം കണ്ടുപിടിക്കണം. സ്തൂപികയുടെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിഗർ ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരിക. ഫിഗർ ഏകദേശം ഇങ്ങനെ ആയിരിക്കും ആ ഫിഗർ ഉണ്ടാവുക. ആ ഫിഗർ വന്ന് കഴിഞ്ഞാൽ നോക്ക്, ഇതാണ് ഹൈറ്റ് വരിക. ഹൈറ്റ് ഇത് വന്നാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഹൈറ്റ് നോക്ക്, എച്ച് സ്ക്വയർ ആണ്, എച്ച് ആണ് ഹൈറ്റ്. എല്ലും a/2 എച്ചും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എച്ച് സ്ക്വയർ ഈക്വൽ ടു എന്താ ഇക്വേഷൻ ഉള്ളത്? എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? എൽ 25, 25ൻ്റെ സ്ക്വയർ മൈനസ് 20യുടെ സ്ക്വയർ. 625 മൈനസ് 400 വിച്ച് ഇസ് ഈക്വൽ ടു 225. എച്ച് സ്ക്വയർ ആണ് 225. അപ്പോൾ എച്ച് എത്ര വരിക? എച്ച് ഇസ് ഈക്വൽ ടു √225. 225ൻ്റെ റൂട്ട് പറയുമ്പോൾ എത്ര വരും? 15 എന്ന് വരും. ഇപ്പോൾ നോക്ക്, ഇവിടുത്തെ എച്ച് എന്തായിട്ട് മാറി? 15 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി കേട്ടോ. ഈ ഇക്വേഷനാണ് പഠിച്ചു വെക്കേണ്ടത്. എച്ചും എല്ലും a/2 തമ്മിലുള്ള കണക്ഷൻ. എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. a/2 പറഞ്ഞാൽ ഈ 40ൻ്റെ പകുതി. ഇതാണ് a/2 വരെ കേട്ടോ. ഇത് മൊത്തം എ, ഇത് a/2. അപ്പോൾ എൽ സ്ക്വയർ 25ന്ന് 20ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? എച്ച് സ്ക്വയർ കിട്ടും കേട്ടോ. ഇനി അടുത്ത് നോക്ക്, സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക. എങ്ങനെ സ്തൂപികയുടെ വ്യാപ്തം? വോളിയം ഓഫ് ദ ക്യൂബ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. V is equal to 1/3 a സ്ക്വയർ എച്ച് ആണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. 1/3 a സ്ക്വയർ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ 40 ഇൻറ്റു എച്ച് നമുക്ക് എത്ര കിട്ടിയത്? 15.
ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? ഇത് 1 വരും, ഇത് 5 വരും. ലാസ്റ്റ് ആൻസർ എത്ര വരും? 1600 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 8000 cm3. ഇതൊന്ന് വായിച്ചു കേട്ടോ. 8000 cm3 എന്ന് വരും. എന്ത്? നമ്മുടെ ഇതിൻ്റെ വ്യാപ്തം കേട്ടോ, സ്തൂപികയുടെ വ്യാപ്തം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ പിരമിഡ്. പിരമിഡിൻ്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷനാണ് 1/3 a²h. 1/3 a²hൽ a² എന്ന് പറയുമ്പോൾ 40², h എന്ന് പറഞ്ഞാൽ 15. 15ഉം 3ഉം ക്യാൻസൽ ചെയ്താൽ 5 എന്ന് വരും. അപ്പോൾ ആൻസർ എന്ത് വന്നു? 8000 cm3 എന്ന് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ, ഫൈൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.